രാഹുൽ മാങ്കൂട്ടത്തിൽ ബന്ധത്തിലെ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. എന്താണ് അതിലൊക്കെ? രാഹുൽ മാങ്കൂട്ടത്തിനെ കാല് കുത്തിക്കില്ല എന്നൊക്കെയാണ് അവിടെ കുറെ BJP-കാരൊക്കെ പറയുന്നത്. സത്യം പറഞ്ഞാൽ നമുക്ക് അവരുടെ ചരിത്രം മനസ്സിലാക്കിയാൽ കാല് നക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് സമ്മതിക്കാമായിരുന്നു. കാല് വെട്ടും കുത്തും എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും അത്ര പ്രായോഗികമായ കാര്യമൊന്നുമല്ല. പിന്നെ ഇതൊക്കെ പറയാൻ ഇപ്പൊ വലിയ പ്രസംഗമൊക്കെ നടത്തിയല്ലോ, ഇതൊക്കെ പറയാൻ ഏതെങ്കിലും BJP-കാരന്റെ തന്തയുടെ വകയാണോ പാലക്കാട്? അല്ലല്ലോ. ഇത് പാലക്കാട് ബൈ ഇലക്ഷനിൽ ഈ BJP-കാരൻ കൊടികുത്തി വാഴുന്ന മുനിസിപ്പാലിറ്റിയിൽ 4300 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടു കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചു വന്നത്. ചരിത്ര ഭൂരിപക്ഷമായിരുന്നു. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ കാല് കുത്തിക്കില്ല, കാല് വെട്ടുമെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ മലർപ്പൊടിക്കാരന്റെ സ്വപ്നം മാത്രമാണ്. അദ്ദേഹം സംഘപരിവാറിന് എതിരായിട്ട് എടുക്കുന്ന ഒരു നിലപാടുണ്ട്, സംഘപരിവാറിന്റെ വർഗീയ ഫാസിസ്റ്റ് നയത്തോട്. ആ നിലപാടാണ് ഹെഡ്ഗേവാറിന്റെ വിഷയത്തിലും പാലക്കാട് മുനിസിപ്പാലിറ്റിയിലും ഉണ്ടായത്. ആ വിഷയത്തിൽ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെ പൂർണ്ണമായി അദ്ദേഹത്തോടൊപ്പം യൂത്ത് കോൺഗ്രസിന്റെ എല്ലാ പ്രവർത്തകരുമുണ്ട്, കോൺഗ്രസ് പ്രവർത്തകരുണ്ട്. അദ്ദേഹത്തിന് സംരക്ഷണം കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ അദ്ദേഹത്തിന്റേതായ സംവിധാനം, അദ്ദേഹത്തിന് ഒറ്റയ്ക്കുള്ള സംരക്ഷണമൊക്കെ ഉണ്ട്. പക്ഷേ ഇനി ഏതെങ്കിലും ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അങ്ങ് എന്താ പറയുക, മൂക്കിക്കേറ്റി വലിച്ചു കളയാമെന്നൊക്കെ ഏതെങ്കിലും BJP-കാരൻ വിചാരിച്ചാൽ അതൊക്കെ കയ്യിൽ വെച്ചാൽ മതിയെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ അദ്ദേഹത്തിന്റെ സഹഭാരവാഹികളായ ഞങ്ങളുടെ നിലപാട്.